ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ സെഷനിൽ 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണുന്ന വിധം മനസ്സിലാക്കിയിരുന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഹെഡിങ്ങിൻ്റെ റിലേഷൻ ആൻഡ് ഫങ്ഷനിൽ എന്താണ് റിലേഷൻ എന്നുള്ളത് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 4. ഈ എയിൽ എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ ഒരു എലമെൻറ്റും ഉണ്ട്. ഈ എയിൽ എലമെൻറ്റും ബിയിൽ എലമെൻറ്റും ഉള്ള ചില റിലേഷൻസ് ഞാനിവിടെ ഒന്ന് പറയുകയാണ്. അതിൽ ആദ്യത്തെ റിലേഷൻ സ്ക്വയർ, അതായത് എയിലെ സെറ്റിൻ്റെ എലമെൻറ്റ്സിൻ്റെ സ്ക്വയറാണ് ബിയിലുള്ളത്. ഇപ്പോൾ എയിലെ സെറ്റിലെ എലമെൻറ്റ്സിനെ നമുക്ക് ജനറലായിട്ട് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് എക്സ് കൊണ്ടും ബിയിലെ സെറ്റിലെ എലമെൻറ്റ്സിനെ വൈ കൊണ്ടും നമ്മളൊന്ന് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അത് നമ്മൾ ഈ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷനിൽ എങ്ങനെ നമുക്ക് പറയാം? എക്സിൻ്റെ സ്ക്വയർ വൈ ആയിരിക്കണം, അതായത് എയിലെ എലമെൻറ്റ്സിൻ്റെ സ്ക്വയർ ബിയിലെ എലമെൻറ്റ്സ് ആയിരിക്കണം. അപ്പം നമുക്കിങ്ങനെ പറയാം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതാണ് ആ ഒരു റിലേഷൻ. അതായത് എക്സ് ഏത് സെറ്റിൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സും വൈ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ ഏതൊക്കെ ആവാം? 2, 3 ആവാം. വൈ ഏതൊക്കെ ആവാം? 4 ആവാം. അപ്പോൾ ഈ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ എടുക്കുമ്പോൾ എയിലെ ഏതൊക്കെ എലമെൻറ്റ് ബിയിലെ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. എക്സ് 2 എടുക്കുക, 2ൻ്റെ സ്ക്വയർ 4, 2 ഇപ്പം 4ലേക്ക് റിലേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ റിലേഷൻ നമ്മൾ R1 എന്ന് കൊടുക്കുന്നു. R1ലെ മെമ്പർ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ 2, 4. 2, 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4 ആയതുകൊണ്ട് 2, 4 നമ്മൾ പറയുന്ന റിലേഷനിലുണ്ട്. ആ റിലേഷൻ നമ്മൾ സെറ്റായിട്ട് എഴുതുന്നു. അപ്പോൾ R1 എന്ന് പറയുന്ന റിലേഷനിലെ എലമെൻ്റ് ഏതാണ്? 2, 4. ഇനി വേറെ വല്ലതും ഉണ്ട്? 3 ഇവിടെ എയിലുണ്ട്. 3യുടെ സ്ക്വയർ 9 ആണ്. 9 പക്ഷേ ബിയിലില്ല. അപ്പം 3 എങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷനിൽ നമ്മൾ R1 നമ്മളെ എലമെൻറ്റ്സ് നമുക്കിങ്ങനെ കിട്ടി. ഇനി രണ്ടാമത്തെ റിലേഷൻ ഞാൻ പറയുകയാണ്. എയിലെ എലമെൻറ്റിനോടുകൂടി 1 കെട്ടിയാൽ ബിയിലെ എലമെൻറ്റ് കിട്ടും. അപ്പോൾ x+1 എന്താവും? വൈ ആവും. അപ്പോൾ ഇവിടെ എയിലെ 2 എടുക്കുക. 2 + 1 3 ബിയിലുണ്ടോ? ഇല്ല. അപ്പോൾ 2 എങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നില്ല. ഇനി എയിലെ എലമെൻറ്റ് 3 എടുക്കുന്നു. അപ്പം എക്സിന് 3 കൊടുക്കുമ്പോൾ 3 + 1 4. 4 ഇല്ല ഇവിടെ. അപ്പോൾ 3 റിലേറ്റഡ് ടു 4. അപ്പോൾ ഈ റിലേഷന് ഞാൻ R2 എന്ന് പറയുന്ന പേര് കൊടുത്തു. R2ലെ എലമെൻറ്റ്സ് ഏതാ? 2, 4 ഉണ്ടോ? ഇല്ല. ഏതാണുള്ളത്? 3, 4. അത് സെറ്റായിട്ട് എഴുതുന്നു. അപ്പോൾ ഇതാണ് R2ലെ എലമെൻറ്റ്സ്. ഇനി വേറെ റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ലെസ് ദാൻ, അതായത് എയിലെ എലമെൻറ്റ്സ് ബിയിലെ എലമെൻറ്റ്സിനേക്കാൾ ചെറുതാവുന്ന സമയത്തുള്ള റിലേഷൻ. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ എന്നുള്ളതാണ് ആ റിലേഷൻ. അപ്പോൾ 2, 4ലേക്ക് റിലേറ്റ് ചെയ്യും. കാരണം എന്താണ്? 2, 4നേക്കാൾ വലുതാണ്. 3, 4ലേക്ക് റിലേറ്റ് ചെയ്യും. 3, 4നേക്കാൾ ചെറുതായതുകൊണ്ട്. അപ്പോൾ R3 എന്ന് പറയുന്ന ആ റിലേഷൻ നമുക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 4, 3, 4. അത് സെറ്റായിട്ട് എഴുതുന്നു. ഇതാണ് R3. ഇനി ലാസ്റ്റ് വേറൊരു റിലേഷൻ കൂടി പറയാം. ഗ്രേറ്റർ ദാൻ, എയിലെ എലമെൻറ്റ്സ് ബിയിലെ എലമെൻറ്റ്സിനേക്കാൾ വലുതാണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ. 2, 4ലും പറ്റുമോ? ഇല്ല. 2, 4നേക്കാൾ വലുതാണ്, ചെറുതല്ലേ. 3, 4നേക്കാൾ പറ്റും. 3, 4 പറ്റുമോ? ഇല്ല. അപ്പോൾ R4 എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത റിലേഷനിൽ ഒരു എലമെൻറ്റും ഇല്ല. അതുകൊണ്ട് അതിന് എംപ്റ്റി സെറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു 4 റിലേഷൻ നമ്മളിവിടെ ചെയ്തു. അതിൽ ആ റിലേഷനിലെ മെമ്പേഴ്സ് എല്ലാം ഓർഡേഡ് പെയർ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സെറ്റ്. ഇനി നമുക്ക് റിലേഷൻ ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ഈ ഒരു പഠിച്ച കാര്യങ്ങളിൽ നിന്ന്, ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു നിർവചനം റിലേഷന് കൊടുക്കണം. അതിന് ഈ തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒന്നും കൂടി ഇവിടെ എഴുതുന്നു. എ ബിയുടെ എ ക്രോസ് ബി ഞാനിവിടെ എഴുതുന്നു. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് എ ബി, അല്ലേ? എക്സ് വൈ സെറ്റ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി, അല്ലേ? 2, 4, 3, 4 ഇങ്ങനെ 2 എലമെൻറ്റ്സ് ആണ് എ ക്രോസ് ബിയിൽ ഉണ്ടാവുക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് എ ക്രോസ് ബിയുടെ പവർ സെറ്റിലെ എലമെൻറ്റ്സ് ഒന്ന് എഴുതും. എന്താ പവർ സെറ്റ്? പോസിബിൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് കാൾഡ് പവർ സെറ്റ്. ഇവിടെ നമ്മുടെ സെറ്റ് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബിയിലെ ഒരു എലമെൻറ്റ് ഓർഡേഡ് പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിൻ്റെ പവർ സെറ്റിലോ സബ്സെറ്റ്, അതാണല്ലോ അല്ലെ, പോസിബിൾ സബ്സെറ്റ് എഴുതാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുക. അത് ഈ ഒരു എലമെൻ്റ് ആയിട്ട് എഴുതും. എന്താണ് സെറ്റ്? സിംഗിൾ സെറ്റ് 2, 4. പിന്നെ ഈ എലമെൻറ്റ് 3, 4. പിന്നെ ഇത് രണ്ടും ഉള്ള, അല്ലേ? എ ക്രോസ് ബി തന്നെ അതിൻ്റെ സബ്സെറ്റ് ആണ്.
അപ്പോൾ ആ സെറ്റ് തന്നെ എഴുതാം. പിന്നെ എന്താണ് ഒരു സെറ്റ് ഉണ്ട് എം ടി സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് എന്താണ്? എം ടി സെറ്റാണ്. ആ സെറ്റും തന്നെ സബ്സെറ്റാണ്, എം ടി സെറ്റും അതിൻ്റെ. ഇതാണ് എ ക്രോസ് ബിയുടെ പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റ്. ഇതാണ് പവർ സെറ്റിൽ വരിക. പി ഓഫ് എ ക്രോസ് ബിയിലെ മെമ്പേഴ്സ് ആണ് ഇത്. ഇനി നോക്കാം, ഈ ഒരു നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത സെറ്റും ഈ ഡിഫൈൻ ചെയ്ത സെറ്റും നോക്കുക. നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ റിലേഷൻസിലെ എല്ലാ മെമ്പേഴ്സും ഈ എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റ് അല്ലേ? ഇനി നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് ഏതെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്താൽ എല്ലാം നമുക്ക് ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഇടവും വരിക. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് ഇവിടെ ഏതൊരു റിലേഷൻ എടുത്താലും കിട്ടുക. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അത് എപ്പോഴും എന്തായിരിക്കും? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. മനസ്സിലായോ? എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഇനി എന്ത് റിലേഷൻ നിങ്ങൾ ഇവിടുന്ന് ഡിഫൈൻ ചെയ്താലും അത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പി ഓഫ് എ ക്രോസ് ബിയിൽ ഒരു മെമ്പർ ആയിരിക്കും. പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബിയിൽ ഒരു മെമ്പർ ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് പവർ സെറ്റ്. അല്ലെ? എ ക്രോസ് ബിയുടെ പവർ സെറ്റ് ആണ്, എലമെന്റ്സ് ആണിത്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഇതിനൊരു ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് റിലേഷൻ? A relation R from a non-empty set A to a non-empty set B is a subset of the Cartesian product or cross product of A cross B. അല്ലേ? എ ഒരു നോൺ എംപ്റ്റി സെറ്റ്, ബി ഒരു നോൺ എംപ്റ്റി സെറ്റ്. ആ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്തായാലും എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഡിനോട്ട് ചെയ്യുന്ന ആർ സബ്സെറ്റ് എ ക്രോസ് ബി. എക്സാമ്പിൾ നമ്മൾ നേരത്തെ കൊടുത്ത എക്സാമ്പിൾ കൊടുക്കാം. അല്ലേ? ഇതൊരു റിലേഷനാണ് എ ക്രോസ് ബി. എ ക്രോസ് ബി 2 4. ഇത് ശരിയാണ്. ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലെ എലമെന്റ്സ് ഒക്കെ നോക്കി നോക്കാം. ആണല്ലേ? 2 ഫസ്റ്റ് എയിലെയും 4 ബിയിലെ ആയിരിക്കും. അത് എന്തായിരിക്കും? എപ്പോഴും എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഒരുപാട് റിലേഷൻസ് നമുക്ക് അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാക്കാം. എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി. റിലേഷന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഇതിന് കൊടുക്കാം വേറൊരു ഡെഫിനിഷൻ. എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ. ഇനി അടുത്ത റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. 2 സെറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നു. മുമ്പെടുത്ത സെറ്റുകളല്ല, വേറെ 2 സെറ്റുകൾ. എ 1 2 3 ബി 4 5 6 7. ആർ ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ചില സന്ദർഭങ്ങളിലല്ല നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിമ്പലുകൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ആർ എന്ന് പറയുന്ന റിലേഷനാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. ഒരു ആരോ ഇട്ടിട്ട് ബി ഇട്ട് കഴിഞ്ഞാൽ ആർ ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഒരു സിമ്പലാണ്, സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി ഞാനൊരു റിലേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുക. എന്താണ്? എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റ് റിലേഷനാണ്. ഞാനിവിടെ ഒരു സബ്സെറ്റ് എടുക്കുന്നു. 2 4 3 5 3 6. നോക്കിയല്ലേ? ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം 2 3 3 അല്ലേ? എയിലെ സെറ്റ് അല്ലേ? സെക്കൻഡ് എലമെന്റ് 4 5 6 4 5 6 അല്ലേ? 7 ഇല്ലാന്നേ ഉള്ളൂ. എന്നാലും പക്ഷേ എന്താ? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു റിലേഷനാണ്. ഇനി ഞാൻ അവിടെ 3 സെറ്റ് എഴുതാൻ പോവുകയാണ്. ആദ്യത്തിൽ 2 3, രണ്ടാമത്തെ സെറ്റ് 4 5 6, മൂന്നാമത്തെ സെറ്റ് 4 5 6 7. നോക്കുക, ഈ 2 3 ഈ ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ് അല്ലേ 2 3 അല്ലേ? ഇനി ഈ സെറ്റ് നോക്കുക. 4 5 6 എന്തായിരിക്കും? നിങ്ങൾക്ക് ഉടനെ പറയാം. എന്താണ്? ഈ ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഓർഡേഡ് പെയർസിലെ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ് 4 5 6 അല്ലേ? ഇനി 4 5 6 7 എന്താണ്? ഈ ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സെറ്റ് നമുക്ക് സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഓർഡേഡ് പെയർ ഇൻ ആർ. ഈ ഫസ്റ്റ് എലമെന്റിന് നമ്മൾ വേറൊരു പേര് വരും, ഫോർ എക്സ് കോർഡിനേറ്റ്സ്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് എലമെന്റ് വൈ കോർഡിനേറ്റ് എന്ന് പറയും. അപ്പോൾ 4 5 6 എന്ന സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേഡ് പെയർ ഇൻ ആർ ഓർ വൈ കോർഡിനേറ്റ്സ്. ഈ 4 5 6 എന്താണ്? സെറ്റ് ബി ഇറ്റ്സെൽഫ്, സെറ്റ് ബി. ഓക്കെ. ഇനി നമ്മൾ ഇതിന് ഓരോ പേര് കൊടുക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓർ സെറ്റ് ഓഫ് ഓൾ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദ ഓർഡേഡ് പെയർ ഇൻ ആർ ഇസ് കാൾഡ് ഡൊമൈൻ ഓഫ് ദ റിലേഷൻ ആർ. മനസ്സിലായോ? ഇപ്പൊ ഡൊമൈൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ആറിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിലെ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ. അപ്പം വൈ കോർഡിനേറ്റ്സിന്റെ സെറ്റിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേഡ് പെയർ ഇൻ ആർ ഇസ് കാൾഡ് റേഞ്ച്. അപ്പൊ ഇതിന്റെ റേഞ്ച് 4 5 6 ഓർഡേഡ് പെയർ നോക്കുക. അതിലെ സെക്കൻഡ് എലമെന്റ്സ് ഓർ വൈ കോർഡിനേറ്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് ആർ. ഇനി സെറ്റ് ബി, ആർ ഇസ് എ റിലേഷൻ ഫ്രം എ ടു. ഈ ബിക്ക് ഒരു പേര് നമ്മൾ പറയും കോഡൊമൈൻ ഓഫ് ആർ. ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. ഇനി അടുത്ത സെഷൻ ഫങ്ഷൻ എന്നുള്ളതാണ്. അവിടെയൊക്കെ ഈ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മറക്കരുത്. വളരെ എളുപ്പമാണ്. ഓരോന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയാൽ ഇത് വളരെ എളുപ്പമാണ്.
എന്താണ് ഡൊമൈൻ? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓർ എക്സ് കോർഡിനേറ്റ്സ് of the ordered pair in R. Set of all second elements or y coordinates of the ordered pair in R. The second set B is called codomain. Okay. ഇനി നമുക്ക് ഇതിന് ഡെഫിനിഷൻ കൊടുക്കാം. നമ്മൾ പറഞ്ഞ set of all first element of the ordered pair in a relation R from A to B is called domain of the R. ഇതിനൊരു റോസ്റ്റർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? domain of R set of all x coordinate അല്ല ഫസ്റ്റ് എലമെന്റ് such that ആ x y എന്ന് പറയുന്ന ordered pair ലെ R ലെ എലമെന്റ്സ് ആവും x belongs to A, y belongs to B. അങ്ങനെയുള്ള ഈ എക്സിന്റെ സെറ്റിനെയാണ് ഒരേ എലമെന്റ് ഓർഡേഡ് പെയർ ആയിരിക്കില്ല ഡൊമൈനിൽ ഉണ്ടാവുക. എന്തായിരിക്കും? അതിൽ ഓരോ സിംഗിൾ എലമെന്റ്സിന്റെ സെറ്റുകളായിരിക്കും. ഇല്ല, ഓർഡേഡ് പെയർ ആവുമ്പോൾ രണ്ട് ഇങ്ങനെ വരും. ഈ ഫോമിലായിരിക്കും. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ സെറ്റ്. അതിൽ എക്സ് ഓഫ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റിന്റെ എലമെന്റ്സിന്റെ സെറ്റാണ് ഡൊമൈൻ ഓഫ് ആർ. റേഞ്ച് ആൻഡ് കോഡൊമൈൻ എന്താണ്? The set of all second elements of the ordered pair in a relation R from set A to B is called range of the relation. The whole set B is called codomain of the relation R. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ റേഞ്ചിൽ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ y such that x y belongs to R and x belongs to A. ഈ വൈയുടെ എലമെന്റ്സിന്റെ സെറ്റിനെ അല്ലെങ്കിൽ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്നല്ല ഇവിടെ വേണ്ട കേട്ടോ, റേഞ്ച് എന്നാണ് എഴുതേണ്ടത്. മാറിയതാണ്. ഇതെവിടെ റേഞ്ച് ആകണം, റേഞ്ച് ഓഫ് ആർ എന്നാണ്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ ഞാൻ തരുന്നു. എക്സ് എ 1 2 3 ബി 4 5 6 7 67 അല്ല, ഇവിടെ ഒരു കോമ ഇടണം. ഇനി ഒരു ആർ എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ 2 4 3 5 6 എഴുതുന്നു. ഇവിടെ നമ്മൾ ഡൊമൈൻ ഓഫ് ആർ എന്ത് വരും? ഈ ആറ് നോക്കണം ഇതിൽ. എന്നിട്ട് ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് ഏതാണ്? 2 3 3. പിന്നെ സെറ്റിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് 2 3. റേഞ്ച് എന്ന് പറയുന്നതിന്റെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എലമെന്റ് 4 5 6. ഇനി കോഡൊമൈൻ എന്ന് പറയുന്നതാണ് സെറ്റ് ബി 4 5 6 7. ഓക്കെ. ഇനി ഈ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ കോഡൊമൈൻ ആയിരിക്കും അല്ലെങ്കിൽ കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇവിടെ നോക്കുക, സബ്സെറ്റ് അല്ല. 4 5 6 4 5 6 7. റേഞ്ച് ഈസ് ആൾവേസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. ഇനി ഇവിടെ ഒരു രണ്ട് സെറ്റ് തന്നു, അതിന് റിലേഷൻ നമ്മൾ പറയുന്നു. ഇവിടെ നോക്കുക, ഈ ആറിലെ ഒരു എലമെന്റ് ആണ് 2 4. 2 4 ബിലോങ്സ് ടു ആർ. അതുപോലെ 3 5 ബിലോങ്സ് ടു ആർ. 3 6 ബിലോങ്സ് ടു ആർ. അല്ലേ? ആ റിലേഷനിലെ ഓരോ എലമെന്റും ഓരോ ഓർഡേഡ് പെയർ ആയിരിക്കും. ഇനി 2 4 ബിലോങ്സ് ടു ആറിന് നമ്മൾ വേറെ രീതിയിലും കൂടി റെപ്രസെന്റ് 2 റിലേറ്റഡ് ടു ആർ. ആർ എന്ന് പറയുന്ന റിലേഷനിൽ 2 4ലേക്ക് റിലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഓർ 3 5 എന്ന് പറയുന്നത് 3 റിലേറ്റഡ് ടു 5, അതായത് 3 6 എന്ന് പറയുന്ന റിലേഷനിൽ 5ലേക്ക് റിലേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, ഈ 2-ന് പേര് പറയുന്നുണ്ട്, 4-നും വേറൊരു പേര്. 2 ഈസ് കാൾഡ് ഓർ 4 ഈസ് കാൾഡ് ഇമേജ് ഓഫ് 2 അണ്ടർ ദ റിലേഷൻ ആർ. 6 എന്ന് പറയുന്ന 2 6ലേക്ക് റിലേറ്റ്. അപ്പോൾ 6 എന്ന് പറയുന്ന 6നെ ഒരു മിററായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ 2ന്റെ ഇമേജ് ആണ് 4 എന്നാണ്. ഇമേജ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 4. തിരിച്ച് പ്രീ ഇമേജ്, ഇതിന്റെ പ്രീ ഇമേജ് ആണ് 2. പ്രീ ഇമേജ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താണ്? 2. ഇമേജ് ഓഫ് 2 എന്താണ്? 4. അപ്പൊ ഇതേപോലെ 3 5 എടുത്തു കഴിഞ്ഞാൽ 3 റിലേറ്റഡ് ടു 3യുടെ ഇമേജ് ഓഫ് 3 എന്താണ്? 5. 5ന്റെ പ്രീ ഇമേജ് 3. 3 റിലേറ്റഡ് ടു ആർ 3 6 ബിലോങ്സ് ടു ആർ. ഇമേജ് ഓഫ് 3 എന്ന് പറയുന്നത് 6. പ്രീ ഇമേജ് ഓഫ് 6 എന്താണ്? 3. അപ്പം ഇൻ ജനറൽ ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ആർ, ആറിലെ ഒരു എലമെന്റ് എക്സ് വൈ ആണെങ്കിൽ y is called image of x or and x is called pre-image of y. ഇനി ഇതുമായി റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിസൾട്ടിലേക്ക് പോവാണ്. R is a function from A to B, relation from A to B. അങ്ങനെയാണെങ്കിൽ R is a subset of A cross B. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എത്ര പോസിബിൾ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റും റിലേഷൻ ആണ്. അപ്പൊ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ ആ സെറ്റിന്റെ പോസിബിൾ സബ്സെറ്റിന്റെ സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഒരു സെറ്റിലെ എലമെന്റ്സ് തന്നു കഴിഞ്ഞാൽ ആ പവർ സെറ്റിലെ എണ്ണം കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ സെറ്റ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഇഫ് എ ഇസ് എനി സെറ്റ് ദെൻ നമ്പർ ഓഫ് പി ഓഫ് എ. എന്താ പി ഓഫ് എ? പവർ സെറ്റ് ഓഫ് എ. ദാറ്റ് ഈസ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ പോസിബിൾ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 2 റേസ് ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആണ്. അപ്പൊ നമുക്കിവിടെ എ ക്രോസ് ബിയുടെ എത്ര സബ്സെറ്റ് എണ്ണം കാണാൻ
എ ക്രോസ് ബിയുടെ പവർ സെറ്റ് കാണുക, അതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക. ആ പവർ സെറ്റിൽ ഓരോ എലമെന്റും ഓരോ റിലേഷനാണ് അല്ലെ. അപ്പൊ പവർ സെറ്റിൽ എത്ര എണ്ണം ഉണ്ടെങ്കിൽ അതായിരിക്കും എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷന്റെ എണ്ണം. കാരണം എന്താ, പവർ സെറ്റിലെ ഓരോ മെമ്പേഴ്സും ഓരോ റിലേഷൻ ആയിരിക്കും. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ പോസിബിൾ സബ്സെറ്റ് ആണ്. അപ്പൊ ഇനി എ ക്രോസ് ബിയിൽ ഇത് റിസൾട്ട് ഉപയോഗിച്ചും കൊണ്ട് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും, എൻ ഓഫ് എ ക്രോസ് ബിയിൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ പവർ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടാവും, നമ്പർ ഓഫ് പി ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു അല്ലെ, നമ്പർ ഓഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. അപ്പം നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ 2 റൈസ് ടു NA into NAP. That is number of elements in A cross B, number of elements in A into number of elements in P. Important റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ. പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 2 റൈസ് ടു n of A into n of B. Therefore total number of relation from A to B is equal to 2 റൈസ് ടു n of A into n of B. കാരണം പവർ സെറ്റിലെ ഓരോ എലമെന്റും ഓരോ റിലേഷൻ ആണ്. അപ്പൊ പവർ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്, പവർ സെറ്റിലെ എലമെന്റ് കാണാനുള്ള ഫോർമുല 2 റൈസ് ടു n of A into n of B. ആ എണ്ണമായിരിക്കും നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ടായിട്ട് എഴുതി. ഇമേജ് ആൻഡ് പ്രീ ഇമേജ്. If R is a relation from A to B and XY belongs to R, then Y is called image of X and X is called pre-image of Y. Now to the total number of relation that can be defined from a set A to B is equal to 2 raised to n of A into n of B. Or ഇതിനെ വേറെ രീതിയിൽ എഴുതാം. If n of A P, n of Q, n of B is equal to Q, then n of A cross B എന്ന് പറയുന്നത് P into Q. Therefore number of relation from A to B is equal to 2 raised to n of A into n of B, that is 2 raised to PQ. Okay. ഇനി ഒരു ഡെഫിനിഷൻ കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. റിലേഷൻ സാധാരണ റിലേഷൻ ആർ ഫ്രം എ ടു എ. ഇനി എയിൽ നിന്ന് എയിലേക്ക് തന്നെ നമുക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യാം. എ ക്രോസ് എ നമുക്ക് പോസിബിൾ ആണ് അല്ലെ. ആർ ഫ്രം എ ടു എ ഈസ് കാൾഡ്. അങ്ങനെ ആ റിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് റിലേഷൻ ഓൺ എ. റിലേഷൻ ഓൺ എ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും ഒരേ സെറ്റ് തന്നെ. ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ. ഇനി റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴല്ലാതെ എല്ലാം എന്താ ഒരു സെറ്റില് ഓരോ എലമെന്റിനെ കോമ കൊണ്ട് വേർതിരിച്ച് കേർലി ബ്രാക്കറ്റിൽ അതിനെ നമ്മൾ റോസ്റ്റർ മെത്തേഡ്. രണ്ടാമത്തെ റൂൾ മെത്തേഡ് ഉണ്ട്. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ അതിന്റെ റിലേഷൻ നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പറയും. അതിന്റെ എക്സും വൈ ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ അതിനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നാണ്. എസ് അല്ല, അവിടെ ഡി ആണ് വേണ്ടത്. മൂന്നാമത്തെ ആരോ ഡയഗ്രം. ഇതൊരു പുതിയ കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും റിലേഷനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓർ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എ റിലേഷൻ ഈസ് കാൾഡ് ആരോ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇത്രയും മെത്തേഡുകൾ നമുക്ക് ചെയ്യാൻ ഓരോ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഈ 3 മെത്തേഡിലും നിങ്ങൾക്ക് ഒരു റിലേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എ റിലേഷൻ. സെറ്റ് പഠിച്ചപ്പോൾ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ പഠിച്ചു. ഇറ്റ് ഇസ് എ വെൻ ഡയഗ്രാം, റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു എയും ബിയും തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുകയാണ്. എക്സ് വൈ സെറ്റ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ്. എക്സിലെയും വൈയുടെയും ഡിഫറൻസ് എന്താണ്, ഓഡ് ആകുന്ന രീതിയിലാണ് ആറ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സ് എയിൽ എലമെന്റ്സ്, വൈ ബിയിലെ എലമെന്റ്സ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ റിലേഷൻ ഏത് ഫോമില തന്നിട്ടുള്ള റൂൾ മെത്തേഡിലാണ് തന്നിട്ടുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിന്റെ എക്സും വൈയും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് എക്സ് വൈയിലേക്ക് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എപ്പോഴും ഓഡ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1, റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പം നമ്മൾ നോക്കേണ്ടത് കേളി ബ്രാക്കറ്റ് ഇടുക, അതിന് എലമെന്റ്സിനെ കോമ കൊണ്ട് വേർതിരിച്ചിട്ട് കേളി ബ്രാക്കറ്റിൽ ഇടുക. നോക്കുക, ഇനി 1 4ലേക്ക് റിലേറ്റ് ചെയ്യുമോ നോക്കുക അല്ലേ. ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെക്കൻഡ് സെറ്റിലേക്കാണ് റിലേഷൻ നടക്കേണ്ടത്. ഈ 1ൽ നിന്ന് 4ലേക്ക് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 - 4 -3 ഒരു ഓഡല്ലേ. അപ്പൊ 1 റിലേറ്റഡ് ടു 4 ഉണ്ട്. ഇനി 1 റിലേറ്റഡ് ടു 6 ഉണ്ടോ? ഉണ്ട്. 1 - 6 -5 ഇറ്റ് ഈസ് ഓഡ്. 1 6 ഉണ്ട്. 1 9 ഉണ്ടോ? 1 - 9 8 അല്ലേ. അപ്പൊ 1 9 ഇല്ല. ഇനി ഇതുപോലെ 2 4 ഉണ്ടോ? 2 - 4 -2 ഇല്ല. ഈവൻ 2 6 അത് -4 അതും ഇല്ല. 2 9 -7 അപ്പൊ 2 9 ഉണ്ട്, ഓഡ്. അതുപോലെ 3 4 ഉണ്ട്. 3 6 3 - 6 -3 ഉണ്ട്. 3 6 ഉണ്ട്. 3 9 3 - 9 -6 അത് ഈവൻ, അത് പറ്റില്ല.
അതുപോലെ 5 5 4 5 മൈനസ് 4 1 5 4 പറ്റും. 5 6 അതും 1 5 6 മൈനസ് 1 അത് പറ്റും. 5 9 മൈനസ് 4 അത് പറ്റില്ല. അപ്പം ഇതാണ് 6 എന്ന് പറയുന്ന റിലേഷനിൽ റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഡൊമൈൻ എന്ന് കാണാൻ എന്താ എളുപ്പമാണ്. അതിൻ്റെ ഈ 6ലെ ഓർഡർ പെയറിലെ എക്സ് കോർഡിനേറ്റിൽ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റാണ് ഡൊമൈൻ ഓഫ് ആർ. 1 റിപ്പീറ്റ് ചെയ്യുന്ന എഴുതേണ്ട 2 3 5. ഓക്കെ. ഇനി റേഞ്ച് സെക്കൻഡ് എലമെന്റ്സ് ഇൻ ആർ, സെക്കൻഡ് എലമെന്റ്സ് ഓഫ് ദ ഓർഡർ പെയർ ഇൻ ആർ 4 6 9 4 6 4 റിപ്പീറ്റ് ചെയ്യുക 4 6 9. ഇനി എന്താണ് കോഡൊമൈൻ സെറ്റ് ബി ഇറ്റ് സെൽഫ്. ഓക്കെ. ഇനി റെപ്രസെന്റ് ആരോ ഡയഗ്രാം, അത് പുതിയ കാര്യമാണ്. അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റിന് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒരു എലിപ്സിലോ അല്ലെങ്കിൽ സർക്കിളിലോ ഇടുക 1 2 3 5. സെക്കൻഡ് സെറ്റ് 4 6 9. ഇതിന് എ എന്ന് കൊടുക്കുന്നു, ബി എന്ന് കൊടുക്കുന്നു. ഇനി ഇത് 6 എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. നമുക്ക് ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ 6 എന്ന് പറയുന്ന റോസ്റ്റർ ഫോമിൽ വന്നിട്ടുണ്ട്. 1 എങ്ങോട്ട് റിലേറ്റ് ചെയ്യും 4ലേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആരോ കൊടുക്കുക. 1 എങ്ങോട്ട് റിലേറ്റ് ചെയ്യും 6ലേക്കും റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2 9 3 4 3 6 ഇങ്ങനെ ആരോ കൊടുക്കുക. 5 4 5 6. ഇതാണ് നമുക്ക് തന്ന പ്രോബ്ലത്തിൻ്റെ ആരോ ഡയഗ്രാം. ഇതെല്ലാം നമുക്ക് മനസ്സിലായി ഏതൊക്കെ എലമെന്റ് ഇങ്ങോട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഡൊമൈൻ ഇതല്ലേ, ഇത് ഈ 1 എന്ന് പോകുന്നൊക്കെ ഡൊമൈൻ എന്തായിരിക്കും 1 2 3 5 അല്ലേ. എല്ലാത്തിനും ഇതിനൊരു ഇമേജ് കിട്ടുന്നുണ്ട് അല്ലേ. 1ന്റെ ഇമേജ് 4 ഉണ്ട് 6 ഉണ്ട്. 2ന്റെ ഇമേജ് 9, 3ക്ക് ഇമേജ് 4 6 ഉണ്ട്. 5നും 4 6 ഉണ്ട്. 4ന്റെ പ്രീ ഇമേജ്. അങ്ങനെയൊക്കെ നമുക്കിത് ഈ ഒരു ആരോ ഡയഗ്രാം കണ്ടിട്ട് നമുക്ക് പറയാം ഡൊമൈൻ ബൈ റേഞ്ച് പറയാം. ഓക്കെ. ഇതാണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓർ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ.